ഓർത്തു നോക്കണേ, 2016 ഇലക്ഷന് തൊട്ട് മുൻപായിട്ട് LDF ഒരു വൈറ്റ് പേപ്പർ, ഒരു ധവള റിപ്പോർട്ട് പുറപ്പെടുവിക്കുകയുണ്ടായി. അതിനകത്ത് എന്താണ് പറഞ്ഞിരുന്നത്? 2016 വരെ ഭരിച്ച 5 വർഷം ഭരിച്ച UDF ഗവൺമെന്റിന്റെ കാലത്തെ പോലെ മുൻപോട്ട് പോവുകയാണെങ്കിൽ 2020-21 ഒക്കെ ആകുമ്പോഴേക്ക് നമ്മുടെ KSRTCയുടെ ഒക്കെ ശമ്പളം മുടങ്ങും. അതുപോലെ സംസ്ഥാനം വലിയ കട പ്രതിസന്ധിയിലാകും. ക്ഷേമ പെൻഷനുകളെല്ലാം നിന്നു പോകും. ഇതൊക്കെയായിരുന്നു ഗവൺമെന്റ് അന്ന് ആ വൈറ്റ് പേപ്പർ വഴിയായിട്ട് പറഞ്ഞിരുന്നത്. പക്ഷെ പിന്നീട് ഭരണത്തിലേറി കഴിഞ്ഞ് ആദ്യ ഭരണഘട്ടം അവസാനിക്കാറായപ്പോഴേക്കും തന്നെ എന്ത് സംഭവിച്ചു? അതായത് UDF ആണ് ഭരണത്തിൽ വരുന്നത് എങ്കിൽ ഇത്തരം പ്രതിസന്ധികൾ പ്രതീക്ഷിക്കാം. LDF ആണ് വരുന്നത് എങ്കിൽ ഈ പ്രതിസന്ധികളിൽ നിന്നൊക്കെ സംസ്ഥാനത്തെ കൈപിടിച്ചുയർത്തുമെന്നും ഉയർന്ന വളർച്ചയുടെ ത്വരിതഗതിയിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകുമെന്നുമാണ്, ത്വരിത വളർച്ചയിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകുമെന്നുമാണ് അന്ന് ആദ്യവട്ടം ധനമന്ത്രിയായ ഡോക്ടർ ഐസക് ആ വൈറ്റ് പേപ്പറിൽ പറഞ്ഞിരുന്നത്. പക്ഷെ ഭരണത്തിൽ വന്ന് അദ്ദേഹമായിരുന്നു ധനമന്ത്രിയും ആ തവണ. ഭരണത്തിൽ വന്ന് 2020-21 ആയപ്പോഴേക്കും എന്ത് സംഭവിച്ചു? KSRTC ശമ്പളം നിന്നു.